നമസ്കാരം. അതായത് 2-3 പേര് ചോദിച്ചിരുന്ന് രസമണി എടുക്കുന്നതിലേക്ക് അങ്ങനെ എന്താ വിദ്യ ഉണ്ട്. മഹാമുനി അഗസ്ത്യർ, കുംഭമുനി അഗസ്ത്യർ എഴുതിയിരിക്കുകയാണ് രസമണിയെക്കുറിച്ച്. അങ്ങനെ എഴുതിയിരിക്കുന്നത് ഫലിയാമൽ രസവാദം ചെയ്യ വേണ്ട, അത് ഫലിക്കുന്ന വിദ്യയല്ല. പല നൂലുകൾ നെല്ലടം തലേ വേണ്ട, രസവിദ്യ നിങ്ങൾ ചെയ്യണ്ട, അതിലേക്ക് വേണ്ടി പ്രയാസാനുഷ്ഠിക്കേണ്ട. മുനീശ്വരന്മാരാവുമ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കും. മുനിമാർ, ജ്ഞാനികൾ, അവർ ഭാര്യയും മക്കളും കുടുംബവും ഒന്നും ഇല്ലാത്തവർ ഈ വിദ്യ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മളത് ചെമ്പെടുത്ത് ഈ 2-3 വസ്തുക്കൾ, പച്ചമരുന്നുകളുണ്ട്. അത് ഒരു മരുന്നാണെങ്കിൽ ഈ തലമുടി ഇറക്കാനും നിറം വീഴാനും ഒക്കെ ഉപയോഗിക്കുന്ന നീലാവരി, അതിൽ ഇത്ര സുത്തി, അതുമായിട്ട് നരിവരട്ടി എന്ന് പറയും. അത് വീട്ടുകടയിലൊന്നും കൊണ്ട് നടാൻ പാടില്ല, തറയിൽ കൂടെ പടർന്ന് കിടക്കും. അതായത് നരിവരട്ടിയെന്നും ഉളങ്ങിൽക്കി എന്നൊക്കെ പറയും. അത് അങ്ങനെ ഒരു എണ്ണമുണ്ട്. അതിലുള്ള കായ പോലെയാണ് ഇതിൻ്റെയൊക്കെ വീട്ടുകട. അതിൻ്റെ ശുദ്ധി ചെയ്താണ് സ്വർണ്ണം ഉണ്ടാക്കുന്നത്. ഇത് പറയാൻ കാരണം, എന്നെ അല്പസ്വല്പമൊക്കെ പഠിപ്പിച്ച ഒരാൾ ഹെൽത്തിൻ്റെ ആളായിരുന്നു. അങ്ങേര് ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അങ്ങേര് പള്ളിവാസലിൽ അവിടെ ജോലി ചെയ്തിരിക്കുമ്പോഴേ അവിടെ ഒരു സ്വാമി വന്ന് കിടന്നു. അങ്ങേർക്ക് കുറേ ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. അങ്ങേര് വയറിനടുത്തിരിക്കുന്ന ചെമ്പ് വാങ്ങിച്ച് എല്ലാ ദിവസവും ചെന്ന് വാങ്ങി അതെടുത്ത് കൊണ്ടുവന്ന് ഉരുക്കി എല്ലാ ദിവസവും സ്വർണ്ണം ഉണ്ടാക്കി കൊണ്ടുവന്ന് വിറ്റ് നോക്കുമ്പോൾ 22 കാരറ്റായിരിക്കും. അന്ന് കള്ളം അടിച്ച് മറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് കഞ്ചാവും വാങ്ങിച്ച് ആവശ്യത്തിലേക്ക് ഒരു അന്നത്തേക്കുള്ള ചിലവിലേക്കൊക്കെ വാങ്ങിച്ച് പിന്നെ വരുന്ന പൈസ എല്ലാം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കൊടുത്തിട്ട് പോയത്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത് പലരും പറയും. അപ്പോഴേ ഇയാൾ പറഞ്ഞ്, അംബ്രോസ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അങ്ങേര് പഠിപ്പിക്കുക ആ സ്വാമി. ഇത് അങ്ങേര് മനസ്സിലാക്കിയിട്ട് അംബ്രോസിനെ വിളിച്ച് അംബ്രോസിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അംബ്രോസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഈ സാധനങ്ങൾ എന്നെ പഠിപ്പിച്ച ഒരു ഗുരുനാഥനും കൂടെയാണ്. അപ്പോഴങ്ങേരുടെ ഈ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞ് എടുത്ത് കൊണ്ടുവന്ന് ഉരുക്കി കൊണ്ടുവന്ന് വിറ്റ് ഉരച്ചു നോക്കി തട്ടാൻ്റെ കൊടുത്തു. അത് ഒരു ദിവസം ചിലവിലേക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കൂ. തിരിച്ച് വന്നപ്പോൾ പറഞ്ഞ്, നിനക്കിത് ആവശ്യം വരുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെയ്തോളണം, അല്ലാതെ ഇതിലേക്ക് വേണ്ടി ചിന്തിക്കരുതെന്ന്. അങ്ങേരെ കൊണ്ടിട്ട് തണ്ടേം പണ്ടം ഉരുക്കുമാക്കി ഉരുവില്ല. അപ്പോൾ തന്ത പറഞ്ഞ്, അങ്ങേര് മര്യാദത്ത് കാലത്ത് ധാന്യല് വൈദ്യരുടെ മകനാണ് അംബ്രോസ്. അങ്ങേര് തന്ത പറഞ്ഞ്, നിനക്കിത് കൊണ്ടതല്ല, അയാളെ പോലെ ആകുന്ന കാലത്ത് ചെയ്യാനാണ് അങ്ങേര് പറഞ്ഞതാണ്. ഒടുവിലൊരു സ്വാമി ഒരു തട്ടാനെ കൂടെ പിടിച്ച് തുരുത്തിയൊക്കെ വെച്ച് മൂശയിൽ വെച്ച് ഇത് ഉരുക്കി വെള്ളം പോലെ എടുത്ത് അങ്ങ് ഒഴിക്കുമ്പോൾ സ്വർണ്ണമാകെ മണികളായിട്ട് തുടങ്ങുക. പക്ഷെ അതെടുക്കുമ്പോൾ പഴയ ചെമ്പാണ്. ഒടുവിൽ അത് വന്ന് നല്ല ഭംഗിയുള്ള ചെമ്പായി. അങ്ങേര് എനിക്കെടുത്ത് കാണിച്ചു എന്ന് പഠിപ്പിച്ചിട്ട് പറഞ്ഞാണ്, ഇത് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് ഇത് ആക്രിക്കാർ വരുമ്പം കൊടുത്ത് പേരെത്തുമ്പോഴും എന്തെങ്കിലും വാങ്ങി നിങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് എടുത്തന്ന്. അതൊരു കഥയാണെന്ന് പറഞ്ഞാൽ ഇത് നടന്ന കാര്യമാണ്. ഇത് സ്വർണ്ണം ഉണ്ടാക്കിയ ഒരു മുനി ഉണ്ടായിരുന്നു. ആ മുനിയാണ് പോഹരി മഹർഷി. അഗസ്ത്യരെ പറ്റിക്കാൻ പല ശിഷ്യന്മാർ ശ്രമിച്ചതിന് ശേഷം അഗസ്ത്യ മഹർഷിയുടെ പിന്തുടർന്ന് തിരിഞ്ഞ് വിദ്യ പഠിച്ച ആളാണ് പോഹരെന്ന് പറയാൻ പേരിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പോഹര് ഗുരുനാഥൻ പെട്ടെന്നൊന്ന് വിദ്യ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഗുരുനാഥന് പെട്ടെന്ന് ക്ഷീണം ഉണ്ടായി. ക്ഷീണമൊക്കെ ഉണ്ട്. ഛർദ്ദിച്ചപ്പോൾ 2 പെട്ടെന്ന് ഇത് വാരി പോഹര് ഭക്ഷിച്ചു. ഉടനെ അഗസ്ത്യരുടെ പത്നിയായ ലോഹമുദ്ര കൈക്ക് പിടിച്ചു 2 പ്രാവശ്യം കഴിച്ചതേ ഉള്ളൂ. ഇയാൾക്ക് ഉടനെ തന്നെ എന്തോ ഒരു തോന്നലും ഉണ്ടായിട്ട് വടവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞാൽ ആലുവൃക്ഷമാണ്. ആലുവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ഇയാൾ ഇത് എഴുതി കാറ്റത്ത് പുറത്താൻ തുടങ്ങി. അന്നത്തെ അറിയാമെന്നുള്ള ഭാഷയിലാണ്. അതാണ് പോഹരി ശാസ്ത്രങ്ങളെല്ലാം തുണ്ട് ശാസ്ത്രം ആണ്. മർമ്മശാസ്ത്രങ്ങളെല്ലാം പോഹര് പാടലാണ്. അഗസ്ത്യരെ കുറിച്ചാണെങ്കിൽ ഇതെല്ലാം പോഹരാണ് എഴുതിയിട്ടുള്ളത് കൂടുതൽ. അത് കിട്ടുന്നവർ കിട്ടിയ ഭാഷയിൽ കിട്ടിയ പേപ്പറെല്ലാം പേപ്പർ എടുത്ത് വയ്ക്കുമ്പോൾ ഇല ഒഴിച്ചോണ്ട് അങ്ങനെ ഈ ശാസ്ത്രമുണ്ട്. ഇങ്ങനെ തിരിച്ച് പിന്നെ ഒരു കൽവി കിട്ടിക്കഴിഞ്ഞല്ലോ ഇയാൾ ഇത് കഴിഞ്ഞ് പല ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായപ്പോൾ വിദ്യയെല്ലാം കിട്ടിയല്ല ഗുരുവിൽ നിന്ന്. അപ്പോൾ ഞാനും കിട്ടിയത് കണ്ട് ഒന്ന് ഭയപ്പെടണം എന്നുള്ള വ്യാമോഹം കൊണ്ട് ഇയാൾ പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ് പതിവൃതയായ ഒരു കന്യയെ ഒരു ശിഷ്യൻ ഡെയിലി കൊണ്ട് കൊടുക്കണം. അങ്ങനെ ശിഷ്യന്മാർ അലിഞ്ഞു തിരിഞ്ഞ് ശവിച്ചു കളയും എന്നുള്ള ഭയം കൊണ്ട് തിരിഞ്ഞപ്പോൾ ഇത് ഗുരു മനസ്സിലാക്കിയിട്ട് അഗസ്ത്യർ ജ്ഞാനദൃഷ്ടി കൊണ്ട് കല്ലായി കിടന്ന അഹല്യയെ കനിയാക്കി കൊടുത്തുവെന്നും ഇയാൾ അനുഗ്രഹിച്ചപ്പോൾ കല്ലിൽ ഒരഞ്ഞെന്നും ഒടുവിൽ ഇത് ഗുരുനാഥന് മനസ്സിലാക്കിയെന്ന് 2 ശിഷ്യന്മാരെ കൂടെ പിടിച്ച് 2 ചിറവിലും കെട്ടി ഇയാൾ പിന്നെ ഈ രാജ്യം ഭാരതം വിട്ട് പുറത്ത് ചാടിയെന്നാണ് പറയുന്നത്. പുറത്ത് പോയെന്നാണ് പറയുന്നത്. പുറരാജ്യത്ത് പോയപ്പോൾ ദ്വീപ് കഴിഞ്ഞ് ദ്വീപും കഴിഞ്ഞാണ് പോകുന്നത്. അവിടെ ചെന്ന് ഇയാൾ സത്രത്തിൽ കിടക്കുമ്പോൾ ആ രാജ്യത്തിലെ രാജാവ് മരിച്ചുപോയി. ഇയാൾ സത്രത്തിൽ കിടന്നുറങ്ങാനില്ലേ. ഉടനെ തന്നെ ഇയാൾ കൂടുമാറി ചെന്ന് രാജാവിൻ്റെ ശരത്തിൽ ജീവൻ വീഴുന്നു. ഉടനെ തന്നെ പറഞ്ഞു, ഇന്ന സത്രത്തിൽ ഒരു
ഇടം കിടപ്പുണ്ട്, ഈ ചിതയിലെടുത്ത് വെച്ച് കത്തിച്ച് കളയാൻ പറഞ്ഞു. അന്ന് ഈ രാജാവിൻ്റെ പത്നിയായ മഹാറാണി പറഞ്ഞു, അത് തെറ്റാണ്, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഇതെന്തോ ന്യായമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. കാരണം ഇയാൾക്ക് പരസ്ത്രീ മോഹം കൊണ്ടാണ്. ഒടുവിൽ അവസാനം എന്ത് ചെയ്ത്, രാജ്യത്തിൽ ദാരിദ്ര്യവും പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ടായി. അപ്പോൾ ഈ കഷ്ടമൊക്കെ ഉണ്ടായപ്പോഴേ ഈ പോകരി മഹർഷി നിത്യ കൈയിരിക്കുകയില്ലേ, രാജാവിൻ്റെ ഇടത്തിലിരിക്കണം. പോകരയ്ക്ക് വേറെ നിശ്ചയമാകില്ല, പോകരുടെ ജഡം നശിച്ചു പോയില്ലേ. ഉടനെ മുനിമാരെ എല്ലാവരും, ശാസ്ത്രജ്ഞന്മാരെ, ഇവിടെ നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ വിളിക്കുമെന്ന്, ഇന്ത്യ വിളിക്കുമെന്ന് പറയുമ്പോൾ മുനിമാരെല്ലാം വിളിച്ചു കൂട്ടി. പിന്നെ എന്നാ പച്ചല മരുന്നുകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് പർവ്വതം സ്ഫുടം വെച്ച് അങ്ങ് നീറ്റാൻ തുടങ്ങി. പർവ്വതം സ്ഫുടം വെച്ച് നീറ്റി കുറച്ചായി, അല്പമായി, നാലിലൊരു ഭാഗം നേറിയപ്പോഴും പിന്നെ കോടവൻ ഒന്നുമില്ല ഇടാൻ, എല്ലാം സ്വർണ്ണമാണ് ഉണ്ടാക്കുന്നത്. തിരിച്ച് ഗുരുനാഥൻ കാറ്റിനെ അയച്ചു വന്നു, തീ കത്താതിരിക്കാൻ കരുതി. അപ്പോഴുടനെ തന്നെ ഇയാൾ കാറ്റിനെ ദശ മാറ്റി വേലി കിട്ടി എന്നാണ് മന്ത്രശക്തി കൊണ്ട്. ഉടനെ ഗുരുനാഥൻ മഴയെ അയച്ചു വന്നു. ഉടനെ മഴയ്ക്ക് കുടയുണ്ട്, അത്രയും ഭാഗം നനയാതെ ആക്കിയെന്ന് അങ്ങ് പർവ്വതം പകുതിയോളം അങ്ങ് എത്തിപ്പോയെന്നാണ്. രക്ഷയില്ലാത്തണ്ട് ഗംഗായെ തപസ് ചെയ്ത് ഉടനെ ഗംഗാദേവി വന്ന് കാറ്റും മഴയും ഇടിവെട്ടും മിന്നലും എല്ലാം കൂടെ വന്ന് ഈ സ്വർണ്ണവും കൂടാരവും ഈ മഹർഷി എല്ലാം കൂടെ മനുഷ്യ സമുദ്രത്തിൽ കൊണ്ടാക്കി പോയി. അതാണ് നമ്മുടെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് വൻ കുന്ന് സ്വർണ്ണമലയുണ്ടെന്നാണ് പറയുന്നത്. അവിടെ അത് പോയിട്ടുള്ളവർക്കും അറിയാം. അവിടെ പട്ടാളത്തിന് അപ്പോഴപ്പോഴാ മാറ്റിയാണ്, ഒരു ദിവസം 3-4 പ്രാവശ്യം മാറ്റിയാണ് കാവലിട്ടിരിക്കുന്നത് സ്വർണ്ണമല. അതൊരു മുനിശ്രേഷ്ഠനെ കുറിച്ചാണ് ആ കഥ. അപ്പോഴിത് ബോധരാണോന്നും സംശയിക്കണം. ഇതുപോലെ പല കഥകളും ചരിത്രമായിട്ട് ഭാരതത്തിൽ നടന്നു. നന്ദി, നമസ്കാരം.